ഗൈസ്, എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഡാം തുറന്ന സമയത്ത് ഇവിടെ പ്രളയം ഉണ്ടായിരുന്നു 2018. ഇൻ കേസ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. കേരളത്തിൽ 6 ജില്ല കംപ്ലീറ്റ് ആയിട്ടും എന്തായാലും പോകും. അപ്പോൾ ഈ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും എന്തായാലും സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ടും മേ ബി പോകും. അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്കും നാളെ ഒരു വാർ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മേ ബി ചൈന അല്ലെങ്കിൽ പാകിസ്ഥാനൊക്കെ ആയിരിക്കും. കാരണം സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് പോകുമ്പോൾ എന്തായാലും ഒരു അറ്റാക്ക് വരും. ഇൻ കേസ് ഈ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് അത് തടഞ്ഞു നിർത്താനായിട്ടുള്ള അത്രയും ഫോഴ്സ് ഉണ്ടോ? കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഈ എറണാകുളം ജില്ലയിലാണ് കംപ്ലീറ്റ് നേവിയുടെ എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ വീഡിയോ തീരുന്നതിന് മുമ്പായിട്ടൊരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ടുണ്ട്. എനിക്ക് അറിയില്ലാത്ത കാര്യമാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയില്ലേ, അതിൻ്റെ പേരെന്താ? എനിക്കറിയില്ല, അറിയില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഞാൻ ചോദിച്ച ആ ക്വസ്റ്റ്യൻ്റെ ഷോർട്ടാക്കി ആരും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ അത് നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ